Okay. So first question എഴുതിക്കോ. Determine the upper corner frequency. Determine the upper corner frequency and midband gain upper corner frequency and midband gain of common emitter circuit VCC equal to 10 volt, RS equal to 0.1 kilo ohm, R1 equal to 40 kilo ohm, R2 equal to 5.72 kilo ohm, ശ്രദ്ധിക്കണേ, യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് എഴുതണം. And RE equal to 0.5 kilo ohm, RC equal to 5 kilo ohm, RL equal to 10 kilo ohm, beta equal to 150, VBE equal to 0.7 volt, C pi equal to 35 picofarad, and C mu equal to 4 picofarad. See, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പാരാമീറ്റേഴ്സും തരും, അല്ലെങ്കിൽ ചിലപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം തരുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ ആ സർക്യൂട്ടിൽ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നൗ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ട പാരാമീറ്റേഴ്സിന്റെ ഇക്വേഷൻസ് ഞാനൊന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് we have to determine upper corner frequency, right? Upper corner frequency and midband gain. Okay, so these two parameters we have to determine, upper corner frequency and midband gain. Okay, so first of all I can write the expression for that. Upper cutoff frequency, that is FH. FH is given by 1 by നമ്മൾ ലാസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എഴുതിയ എക്സ്പ്രഷൻ എടുത്താൽ മതി. ഓക്കെ, ബിക്കോസ് ഇതിനകത്ത് നിങ്ങൾക്ക് RB തന്നിട്ടില്ല. ഓക്കെ, സോ ഐ ക്യാൻ ടേക്ക് ദ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. ഇഫ് RB is given, you have to take other equation, right? 2 pi into R pi parallel RB. ഈ RB അല്ലേ, സ്മോൾ ലെറ്റർ RB. നമ്മുടെ എമിറ്റർ സ്പ്രെഡിംഗ് റെസിസ്റ്റൻസ് തരാത്തതുകൊണ്ടാണ് മറ്റേ ഇക്വേഷൻ എടുക്കാത്തത്. ഇനി ഏത് ഇക്വേഷൻ എടുത്താലും ഈ അപ്രോക്സിമേറ്റ് എടുത്തു കഴിഞ്ഞാലും ചെറിയ ഫ്രാക്ഷൻ ഓഫ് ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, R pi parallel RB parallel RS into C pi plus CMI, right? So this is our upper cutoff frequency equation. One factor we have to determine, അല്ലേ? പിന്നെ പറഞ്ഞത് മിഡ് ബാൻഡ് വോൾട്ടേജ് ഗെയിൻ ആണ്. ഓക്കെ, നോട്ട് ദ ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിൻ. ദാറ്റ് ഈസ് നമ്മുടെ ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിനിൽ AM ഡിവൈഡഡ് ബൈ 1 plus S by omega naught ആണ്. ഓക്കെ, സീനും ആർസും ഒക്കെ ഉള്ളതുകൊണ്ട് യു ക്യാൻ ഡിറ്റർമിൻ ദാറ്റ് ഓൾസോ. ബട്ട് ഹിയർ ഇൻ ദ ക്വസ്റ്റ്യൻസ് ദേ ആസ്ക് ദ മിഡ് ബാൻഡ് വോൾട്ടേജ് ഗെയിൻ. സോ മിഡ് ബാൻഡ് വോൾട്ടേജ് ഗെയിൻ, ഫോർ മിഡ് ബാൻഡ് വോൾട്ടേജ് ഗെയിൻ ഐ am already told you can take this equation, minus GM into RL dash, that is RL dash എന്ന് പറഞ്ഞാൽ R0 parallel RL, okay, into RB parallel R pi divided by RB parallel, sorry, RB parallel R pi
plus RS. Okay, so this is our mid-band voltage gain. Okay, so ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി ഇതിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ. ഓക്കെ, ഹിയർ ആർ പൈ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ആർ പൈ കണ്ടുപിടിക്കണം. ആർ പൈന്റെ എക്സ്പ്രഷൻ എന്താ? ഒന്ന് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാണ്. ആർ പൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, ആർ പൈ ഈസ് ഈക്വൽ ടു ആക്ച്വലി ബീറ്റ ആർ ഇ, റൈറ്റ്? ബീറ്റ ഗിവൺ ആണ്, ബട്ട് ആർ ഇ തന്നിട്ടില്ല. ഈ ആർ ഇ എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത്, മിക്കവാറും ക്വസ്റ്റ്യനിൽ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, അല്ലെങ്കിൽ തന്നിട്ടുണ്ടാവില്ല. R is equal to actually VT divided by IC, or we can specifically say it is ICQ. ഇത് ഞാൻ ഹൈബ്രിഡ് പൈ മോഡൽ പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ എക്സ്പ്രഷൻസ് ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ആർ ഇ സി, ഇത് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഈ ആർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആർ യു ആർ പൈയും മോസ്റ്റ്ലി ഈ ആർ പൈ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ആറിന്റെ എക്സ്പ്രഷൻ ഓർക്കും, ആർ അറിയെങ്കിലേ ആർ പൈ കിട്ടുള്ളൂ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു വി ടി ബൈ ഐ സി ക്യൂ ആണ്. ഈ വി ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 26 millivolt അറ്റ് റൂം ടെമ്പറേച്ചർ. അത് യു ക്യാൻ ടേക്ക് ദാറ്റ് വാല്യൂ. ഓക്കെ, ബട്ട് ഇതിലിനി മെയിൻ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഐ സി ക്യൂ ആണ്, അല്ലെ? സോ വാട്ട് ഈസ് ദിസ് ഐ സി ക്യൂ? ഐ സി ക്യൂ എന്താ? Or how can we find this IC value? IC തന്നിട്ടില്ലല്ലോ, എങ്ങനെ IC കണ്ടുപിടിക്കും? സോ നിങ്ങൾ ശ്രദ്ധിക്കുക, യു ഹാവ് ടു കൺസിഡർ DC അനാലിസിസ് ടു ഫൈൻഡ് ICQ. ഓക്കെ, ICQ ഈസ് ആക്ച്വലി അവർ ക്യൂ പോയിന്റ്, അല്ലെ? ക്യൂ പോയിന്റ് കറണ്ട്, ദാറ്റ് ഈസ് ക്യൂ പോയിന്റ് കളക്ടർ കറണ്ട്, ദാറ്റ് ഈസ് ICQ. In order to determine ICQ, you have to go for DC analysis. Okay, so first of all, before finding all these things, because നിങ്ങൾക്ക് FH AM ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആർ പൈ വേണം. ആർ പൈ കണ്ടുപിടിക്കണമെങ്കിൽ യു റിക്വയർ വാട്ട് ദാറ്റ് IC. ഓക്കെ, ഓൾസോ ദിസ് GM തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെയും ആർ പൈ റിക്വയർഡ് ആണ്. RB RS CPI CMI ഒക്കെ നമുക്കുണ്ട്. അതുപോലെ CMI കണ്ടുപിടിക്കണമെങ്കിലും എന്ത് വേണം? GM വേണം. ഓൾസോ GM is equal to എന്താണ്? ഈ ഇക്വേഷനും മറന്നു വരും. GM is equal to actually 1/RE ആണ്. അപ്പോൾ എനിവേ വി റിക്വയർ ദിസ് ICQ. സോ ICQ, ഈ ഒരു പോയിന്റ് ഓർക്കുക, ICQ യു ഹാവ് ടു ഫൈൻഡ് ഫ്രം DC അനാലിസിസ് ഓഫ് ദിസ് സർക്യൂട്ട്. ഓക്കെ, ഇപ്പൊ DC അനാലിസിസ് ഓഫ് ദി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് യു ക്യാൻ സീ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദേ ഹാവ് ഗിവൺ RC, റൈറ്റ്, ആൻഡ് RE. ഓക്കെ, then R1 and R2 is there, right? R1 and R2 and VCC, and then there is an RL. Okay, RL is there, and we have a source resistor RS, so there will be a source VS. Okay, so this is actually our circuit they have given. So in order to find this ICQ, we have to go for DC analysis. For DC analysis, you have to identify which of the which biasing is used. For DC analysis, actually what we are doing, we are not considering the AC signal. അല്ലെ, ഇപ്പൊ AC signal source അതിന്റെ associated ആയിട്ടുള്ള റെസിസ്റ്റൻസും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, so using this circuit you can go for the DC analysis. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, this is actually what voltage divider biasing. Okay, so in this voltage divider biasing configuration, how I can find IC? Okay, so IC is actually equal to, here you can see it is used voltage divider bias. Okay, voltage divider biasing is used here. Okay, voltage divider biasing is used. In that case,
I can say ആ ഒരു ബയസിങ്ങിന്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കുക. IB is equal to VTH minus VBE divided by RTH plus RE into 1 plus beta, right? So after finding IB, you can get IC is equal to beta into IB. So this was the method used in voltage divider bias. So in order to find this IC, you have to go for DC analysis. So in DC analysis, this biasing is actually voltage divider bias. So I can calculate IC equal to beta IB, where IB equal to VTH minus VBE divided by RTH plus RE into 1 plus beta. ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കിയേക്കണേ. ഇതൊക്കെ നിങ്ങളുടെ ബയസിംഗ് സെഷനിലുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, so now what is this VTH? This VTH is actually VCC into R2 divided by R1 plus R2. വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, and my RTH is equal to what? R1 parallel to R2. Okay, so first of all, you can find these values. Our VCC equal to 10 volt here, and my R2 is equal to 5.72 kilo ohm. Okay, in kilo ohm you can write into 10 raised to 3 divided by R1 plus R2. R1 is 40 kilo ohm, right? So 40 into 10 raised to 3 plus R2 is 5.72 into 10 raised to 3. ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ, what is the value of VTH? What is the value of VTH? .25 volt. Okay, and now I have to find RTH. എല്ലാവരും ചെയ്ത് നോക്കണേ. RTH is equal to actually R1 parallel R2. How can I find R1 parallel R2? That is R1 into R2 divided by R1 plus R2. Okay, so for RTH, I can write R1 is 40 kilo ohm. Okay, 40 kilo ohm into my R2 is how much? 5.72 kilo ohm, right? 5.72 kilo ohm divided by R1 plus R2. 40 into 10 raised to 3 plus 5.72 into 10 raised to 3. So what is this value of RTH? That is RTH means R1 parallel R2. ആക്ച്വലി വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോ, നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് ചെയ്യുമ്പോൾ തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ടിന് RTH ഈക്വൽ ടു R1 പാരലൽ R2 ചെയ്ത്. ഇപ്പൊ ഇവിടുത്തെ അനാലിസിസിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ ഒരു RB ഉണ്ട് അല്ലെ? ഈ ഇക്വേഷനിൽ RB ആക്ച്വലി എന്താണ്? ദിസ് ഇസ് ഓൾസോ ദിസ് R1 പാരലൽ R2, റൈറ്റ്? അതൊന്ന് ഓർക്കണേ. നമ്മൾ രണ്ട് കേസിലും രണ്ട് നൊട്ടേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എക്സ്പ്രഷനിൽ അങ്ങനെ തന്നെ എടുത്തത്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി മൈ RB. ഹിയർ ഐ ക്യാൻ സേ ഈ ബയാസിങ്ങിന്റെ കേസിലുള്ള ക്യാപിറ്റൽ ലെറ്റർ RB ഇസ് ഈക്വൽ ടു RTH ആണ്, ബിക്കോസ് RB ഇസ് ഈക്വൽ ടു R1 പാരലൽ R2. അല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കുമ്പോൾ ഓർത്താൽ മതി. ഓക്കെ, ആൻസർ RTHന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 5 into 10 raised to 3, or we can say
5 kilo ohm, right? Okay, that is RTH is equal to 5 kilo ohm, 5 into 10 raised to 3 ആണ്. Okay, now VTH, RTH കിട്ടി. I can find IB. IB is equal to VTH minus VBE divided by RTH plus RE into 1 plus beta. ഇത് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്ങിന്റെ ഇക്വേഷൻ്റെ അകത്ത് കണ്ടുപിടിക്കുന്നതാണ്, കിട്ടുന്നതാണ്. ആ ഇക്വേഷൻ മറന്നു വേറെ ആ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സോ മൈ VTH is 1.25, VBE is 0.7 volt, right? Divided by RTH is 5 kilo ohm, that is 5 into 10 raised to 3, plus RE is how much? 0.5 kilo ohm, that is 0.5 into 10 raised to 3 into 1 plus beta. Beta equal to 150, right? Beta equal to 150. അല്ലേ, ബീറ്റ 150 അല്ലേ തന്നിട്ടുണ്ടായത്? Okay, so how much is the value of IB? From that you can find by applying beta into IB, you will get the IC value. Actually IC ന്റെ വാല്യൂന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ചെയ്തത്. ഇപ്പോൾ മോസ്റ്റ്ലി എസ് എ പാർട്ടിൽ ഈ ഒരു സെക്ഷനിൽ പ്രോബ്ലം വരുവാണെങ്കിൽ യു ഹാവ് ടു എക്സ്പെക്ട് ദിസ്, ദാറ്റ് ഈസ് ഈ IC വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും നിങ്ങൾക്ക്. അതായത് ആക്ച്വലി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിലബസിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അത് ഇങ്ങനെ തന്നെയാണ്, IC എല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. അതൊരു 14 മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഒരു മിനിമം 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, എസ് എ പാർട്ടിൽ വരുവാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കും വരുന്നത്. 10 or 12 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അത്രയും പാരാമീറ്റേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് IB? ഷീസിന് എത്ര കിട്ടിയ IB? ഷീസ് 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 എത്ര കിട്ടിയ? എന്താ പറഞ്ഞ കേട്ടില്ല. ചെയ്യുന്നുണ്ടല്ലോ. അക്ഷയ് കിട്ടിയോ? അക്ഷയ് 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 എവിടെ ഉണ്ടോ? അക്ഷയ് ചെയ്യുന്നുണ്ടാ? ചെയ്തോണ്ടിരിക്കണം. അശ്വിന് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. നോക്കട്ടെ. കുറച്ച് സ്പീഡാക്കാം, എന്നാലും നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെയെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ കിട്ടിയവർ പറഞ്ഞു. IB ഈക്വൽ ടു 6.8 അല്ലേ? 83 ഓക്കെ, 6.83 ഇൻറ്റു 10 റൈസ് ടു -6 ഓർ വി ക്യാൻ സേ മൈക്രോ ആംബിയേഴ്സ് ആണ്. അശ്വിൻ കറക്റ്റ് ആണ്. Now IC equal to beta IB. Beta is equal to എത്രയാ? 150. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനെ ഒന്ന് 150നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 150 ഇൻറ്റു 6.83 ഇൻറ്റു 10 റൈസ് ടു -6. ഇത് ആംബിയേഴ്സ് ആണ്. നിങ്ങൾ യൂണിറ്റ് വിട്ടു പോകരുത് കേട്ടോ. ഫൈനലി ഇൻറ്റു 150 ചെയ്ത് നോക്ക്. IC equal to -1.02.
1.02 into 10 raised to minus 3, you will get that much amperes, or I can write 1.02 milliampere. Unit മിസ്സായി പോരുത് കേട്ടോ. 1.02 milliampere. Okay. That is my value of IC. ഇനി IC എന്തിനാ കണ്ടുപിടിച്ച ആക്ച്വലി നമ്മൾ using this IC, what we have to calculate that RE, we require R pi and GM, right? Okay. So I can say RE is equal to VT by IC. Okay. So VT is 26 millivolt divided by this IC is 1.02 milliampere. Okay. So ഇത് ആക്ച്വലി ഈ 10 raised to minus 3 ക്യാൻസൽ ആയിക്കോളും. നിങ്ങൾ യൂണിറ്റ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നിൽക്കണ്ട. കാരണം അല്ലേ, ബിക്കോസ് മില്ലി വോൾട്ട് എന്ന് പറയുമ്പോൾ 10 raised to minus 3 ഉണ്ട്, മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 10 raised to minus 3 ഉണ്ട്. സോ ദീസ് വിൽ ഗെറ്റ് ക്യാൻസൽ. സോ യൂണിറ്റ് ഇതേപോലെ വരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട, 26/1.02 ചെയ്താൽ മതി. ഓക്കെ. സോ മൈ ആർ ഈസ് ഈക്വൽ ടു equal to $25.49 വരുന്നത്. 25.49 ഓം. ഇത് ഓർക്കുക നിങ്ങൾ, റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓം. നൗ വാട്ട് ഈസ് മൈ GM? GM is equal to 1/RE. So 1 by this value. What is it? $0.0396 അല്ലേ? 39 ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 0.04 എടുക്കണേ, അല്ലെങ്കിൽ അടുത്തൊരു 39 കൂടി എടുക്കും അല്ലേ? 9 or 8 ആ റേഞ്ചിൽ വരുന്നില്ലേ? ഓക്കെ. നിങ്ങൾ 2 പോയിന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇത്രയും വലിയ വാല്യൂ വരുവാണെങ്കിൽ അതൊന്ന് റൗണ്ട് ചെയ്യാൻ നോക്കണേ. ഓക്കെ. സോ 0.396 നമുക്ക് ഒന്നുകിൽ ഇതിന്റെ യൂണിറ്റ് ആംപിയർ പെർ വോൾട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 3 എഴുതാം, സീമെൻസ് എഴുതാം, എന്തെങ്കിലും യൂണിറ്റ് GM-ന്. ഓക്കെ. ആൻഡ് നൗ മൈ R pi is equal to beta into RE. Beta is equal to 150 into RE is 25.49. So R pi equal to R pi equal to sorry, point ഇത് 0396 ആണ്. R pi equal to ഓക്കെ 3.8 to 3.5 അല്ലേ? ഇപ്പം ഇത്രയും ഓം ആണ്, അതായത് നിങ്ങൾ പറഞ്ഞ 3.8 to 3.5 ഇത്രയും ഓം ആണ്, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3.8 അല്ലേ? 3.8 കിലോ ഓം. ഓക്കെ. സോ ദിസ് ഇസ് മൈ വാല്യൂ ഓഫ് R pi. ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഇക്വേഷനിൽ വേണ്ട പാരാമീറ്റേഴ്സ് എല്ലാം ആയോ നോക്ക്. കണ്ടുപിടിക്കേണ്ടത് ഇതായിരുന്നു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, FH-ഉം AM-ഉം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദിസ് R pi, നമ്മൾ IC കണ്ടുപിടിച്ചിട്ടാണ് R pi കണ്ടുപിടിച്ചു അല്ലെ? R pi വി ഹാവ് RB ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു R1 പാരലൽ R2 ആണ്, ദാറ്റ് ഈസ് അവർ RTH ആണ്. RS is given, C pi is given അല്ലെ? നൗ CMI അല്ലെ? വൺ മോർ പാരാമീറ്റർ വി നീഡ് ഇസ് CMI. സോ നെക്സ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് CMI. എഴുതിക്കോ, ഇക്വേഷൻ എഴുതിക്കോ. CMI-ന്റെ ഇക്വേഷൻ എന്താ? CMI, Miller input capacitance, that is equal to C mu into 1 plus GM into RL dash, right? Where this RL dash is equal to, actually RL dash is equal to R0 parallel RL parallel RC, right? Here in this question R0 is not given, so we can assume it has infinite value. നമ്മൾ പാരലൽ
കാൽക്കുലേഷനിൽ ആ ഹൈ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ നമുക്ക് R0 തന്നിട്ടില്ല. സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് RL പാരലൽ RC. Okay. So first you can calculate this RL parallel RC. RL is equal to actually how much? RL is equal to 10 kilo ohm, right? 10 kilo ohm into RC is equal to 5 kilo ohm. Okay. So R1 into R2 divided by R1 plus R2. Okay. So this will be the value of RL dash. എത്ര കിട്ടുന്ന പെട്ടെന്ന് പറ. സ്പീഡ് ആക്കണേ. ഇത് നിങ്ങളില്ലേ അതേപോലെ ഈ 10ന്റെ പവർ ഒക്കെ എഴുതിയിട്ടാണ് ടൈം കളയുന്നതെങ്കിൽ എല്ലാം കിലോ ഓം ആണെങ്കിൽ നിങ്ങൾ 10ന്റെ പവർ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ആക്ച്വലി ദിസ് ഇസ് 10 into 5 into എന്താ വരിക 10⁻6 വരും അല്ലെ. ഡിവൈഡഡ് ബൈ താഴെ വരുമ്പോൾ 10⁻2 രണ്ടും കിലോ ഓം ആണെങ്കിൽ എന്ത് ചെയ്യാം ഡയറക്ട്ലി യു ക്യാൻ ആഡ് 10 + 5 ദാറ്റ് ഈസ് 15K into 10⁻3 വരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ശരിക്കും ഈ 10 into 5ഉം ഡിവൈഡഡ് ബൈ 15 ചെയ്യുക. പിന്നെ 10⁻6 ഡിവൈഡ് ബൈ 10⁻3 ഉണ്ട്. അപ്പൊ കിലോ ഓം തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ. കാരണം ഇവിടെ 10⁻6 വരും 10⁻3 വരും. അപ്പൊ ഇൻറ്റു 10⁻3 വരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ 10⁻3 എന്നൊക്കെ കാൽക്കുലേറ്ററിൽ അടിച്ച് ടൈം കളയണ്ട. എന്ത് ചെയ്താൽ മതി ഈ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാത്ത 10 into 5 ഡിവൈഡഡ് ബൈ 10 + 5 ചെയ്താൽ മതി. ഇപ്പൊ ന്യൂമറേറ്ററിൽ ഇൻറ്റു 10⁻6 കാണും, ഡിനോമിനേറ്ററിൽ ഇൻറ്റു 10⁻3 കാണും. സോ നമ്മളെല്ലാം കിലോ ഓമിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും കിലോ ഓമിലായിരിക്കും. കാരണം ഇവിടെ എന്ത് വരും 6 - 3 വരുന്നതിന്റെ 10⁻3 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം ലാഭിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് മൈ വാല്യൂ ഓഫ് RL dash 3.3K. ഓക്കെ. 3.3 kilo ohm. സോ CMI is equal to CMU. CMU എന്ന് പറയുന്നത് എത്രയാ 4 picofarad ആണ്. ദാറ്റ് ഈസ് 4 into 10⁻⁻12 into 1 plus GM. GM we got the value as 0.0396. Okay. Into RL dash that is 3.3K. 3.3 into 10⁻3. Okay. So how much is this one? ഇവിടെ നിങ്ങൾ ഈ 10⁻⁻12 അതുപോലെ തന്നെ വെച്ചോ. ബാക്കി കാൽക്കുലേഷൻസ് ചെയ്താൽ മതി. കാരണം 10⁻⁻12 ആണെങ്കിൽ നമുക്ക് CMI എന്ത് ചെയ്യാം പിക്കോഫാരഡിൽ റെപ്രസെന്റ് ചെയ്താൽ മതി. ഇൻറ്റു 10⁻⁻12 അവിടെ ഇരുന്നോട്ടെ. ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. 1 + 0.0396 into 3.3 into 10⁻3 into 4. അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് കുറച്ച് എളുപ്പത്തിൽ പറ്റുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. യൂണിറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ 10ന്റെ പവർ ഒക്കെ നിങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും ടൈം കുറെ പോകും. എക്സാമിനായാലും ടൈം ഒരു ഫാക്ടറാണ്. ഓക്കെ. ആൻസർ എത്ര കിട്ടുന്നത് 5.32 നാനോഫാരഡ്. ഓക്കെ. നാനോയിൽ എഴുതാം അല്ലെങ്കിൽ 532 പിക്കോഫാരഡ് എന്ന് എഴുതാം. 5.32 നാനോ ആണോ വരുന്നത്? 23 ആണോ 32 ആണോ വരുന്നത്? നാനോ ആണെങ്കിൽ 0.5 അല്ലേ വരുന്നത് അല്ലേ? നാനോ ഫാരഡ് ആണെങ്കിൽ ആൻസർ 0.532 അല്ലേ? 23 or 32 0.5 അല്ലേ വരുന്നത്? 5 പോയിന്റാ?
അല്ലേ 0.5 അല്ലേ വരും. ഓക്കെ, or I can say 532 picofarad. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ 10⁻⁻12 അവിടെ കണ്ട് വെച്ചാൽ മതി, ബാക്കി കാൽക്കുലേഷൻസ് ചെയ്താൽ 532 കിട്ടും. So we can write 532 picofarad, that is 532 into 10⁻12. Okay, so that CMI is obtained. Now നമുക്ക് വേണ്ട എല്ലാ പാരാമീറ്റേഴ്സും കിട്ടിക്കഴിഞ്ഞു അല്ലേ. Now you can go for this upper cutoff frequency. Upper cutoff frequency FH is equal to 1/2 pi into R pi parallel RB parallel RS into C pi plus CMI. Okay, substitute ചെയ്യാം. That is 1/2 pi into ഈ പാരലൽ കോമ്പിനേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. 3.7 അല്ലെ, ആർ പൈ നിങ്ങൾക്ക് കിട്ടിയത് എത്രയായിരുന്നു? നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്ത വാല്യൂ എടുത്തു കേട്ടോ. ആർ പൈ ഇസ് ഈക്വൽ ടു 3.8 കിലോ ഓം അല്ലേ. ഓക്കെ, 3.8 കിലോ ഓം. ഞാൻ ഇവിടെ കിലോ ഓം തന്നെ എഴുതുന്നുണ്ട്. പാരലൽ ആർ ബി, ആക്ച്വലി ദിസ് ആർ ബി മീൻസ് R1 പാരലൽ R2 ആണ്, വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണെങ്കിൽ. അത് നമ്മൾ ഓൾറെഡി ഇവിടെ RTH എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 കിലോ ഓം. Okay, so parallel to 5 kilo ohm, parallel to 0.1 kilo ohm. Okay, this parallel combination you have to find. And C pi is equal to actually 35 picofarad. Okay, then CMI is equal to 532 picofarad. So ഞാൻ common ആയിട്ട് into 10⁻⁻12. into 10⁻⁻12 എടുക്കാം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. പാരലൽ കോമ്പിനേഷൻ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1/r is equal to 3 ഉണ്ട്, 2 ആണെങ്കിൽ R1 into R2 divided by R1 plus R2 ചെയ്യായിരുന്നു. അങ്ങനെ ഇവിടെ 3 ഉണ്ടെങ്കിൽ 1/r1 plus 1/r2 plus 1/r3 ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് യു ഹാവ് ടു ഫൈൻഡ് ദിസ് ആർ, അതായത് ഇത് ചെയ്തിട്ട് കിട്ടുന്നതിന് 1/, എടുക്കണം. അല്ലെങ്കിൽ എനിക്ക് രണ്ടെണ്ണത്തിൻ്റെത് ചെയ്തിട്ട് അടുത്ത രണ്ടെണ്ണത്തിൻ്റെ ആയിട്ട് ചെയ്യാം. R1 R2 divided by R1 plus R2 ആണെങ്കിൽ എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. ഞാനിപ്പം ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ചധികം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സമയം പോകും. എനിക്ക് അടുത്തൊരു ക്വസ്റ്റിൻ്റെ എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാനും കൂടെ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് വോൾട്ടേജ് ഗെയിൻ വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ, ആക്ച്വലി മൈ വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ ഇസ് -GM into RL dash divided by RB parallel R pi divided by RB parallel R pi plus RS. Okay, so I'm substituting the values. -GM means -0.0396 into our RL dash. RL dash already നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. That is 3.3K, right? Okay, so it is 3.3K. It is 3.3 into 10⁻³ RB parallel R pi. RB parallel R pi നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എഴുതാം RB parallel R pi നിങ്ങൾ കണ്ടുപിടിക്കും. അതായത് RB എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോ. ദാറ്റ് ഈസ് R1 parallel to R2ന്റെ കോമ്പിനേഷൻ ആണ്. R pi എന്ന് പറയുന്നത് 3.8K ആണ്. അപ്പോൾ അതിന്റെ പാരലൽ കോമ്പിനേഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. Here also that value 5K parallel 3.8K and the parallel combination value plus our RS is equal to 0.1 kilo ohm. Okay, ഇത് ചെയ്ത് കഴിഞ്ഞാൽ you will obtain the voltage gain also. Okay, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ബാക്കി ചെയ്യുക. കാൽക്കുലേഷൻ FHന്റെയും AVന്റെയും വാല്യൂസ് ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് അല്ലെങ്കിൽ ചെയ്തിട്ട് എനിക്ക് ആൻസർ സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ആ കാൽക്കുലേഷൻ പിന്നെ ചെയ്തോ. നിങ്ങൾ ഇപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുത്, അല്ലെങ്കിൽ പിന്നെ തീരെ സമയം ഉണ്ടാവില്ല. ഇത് ക്വസ്റ്റ്യൻ ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ സ്മോൾ സിഗ്നൽ. ഇത് ആക്ച്വലി സ്മോൾ സിഗ്നൽ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്മോൾ സിഗ്നൽ വോൾട്ടേജ് ഗെയിൻ
and input resistance of a common emitter circuit with emitter resistor. ഈ വിത്ത് എമിറ്റർ റെസിസ്റ്റൻസും വിത്തൗട്ട് ഇത് സ്മോൾ സിഗ്നൽ അനാലിസിസ് ആണ്. ഓക്കെ, നമുക്ക് വിത്ത് ആണോ വിത്തൗട്ട് എമിറ്റർ റെസിസ്റ്റൻസ് ആണോ നോക്കണം. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ് എന്നൊന്നും പറയൂല. ഓക്കെ, വെറുതെ നിങ്ങൾക്ക് സർക്യൂട്ട് തരും. അപ്പൊ അതിൽ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളണം. പാരാമീറ്റേഴ്സ് തരുമ്പോൾ ബൈപ്പാസ് കപ്പാസിറ്റർ തന്നിട്ടില്ല, അല്ലെങ്കിൽ സർക്യൂട്ട് വരക്കുമ്പോൾ ബൈപ്പാസ് കപ്പാസിറ്റർ കാണിച്ചില്ല എങ്കിൽ നിങ്ങൾ ഓർത്തോളണം അത് എന്താണ് വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കപ്പാസിറ്റർ സിഇ ഉണ്ടാവുന്ന സമയത്താണ് എന്താകുന്നത് നമുക്ക് ഈ ഒരു എമിറ്റർ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ് ഓർ വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയാം. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിക്കണം, ബിക്കോസ് നമ്മുടെ ഇക്വേഷനിൽ മാറ്റം ഉണ്ടാവും. സോ ക്വസ്റ്റ്യൻ ഇസ് സർക്യൂട്ട് വരച്ചോ. പ്ലസ് 10 വോൾട്ട്, this is 2 kilo ohm and 56 kilo ohm. Here it is point. Capacitor value is not given, it is just CC. And 12.2K. High frequency അല്ല, ഇത് low frequency analysis ആണ്. 0.4K. And transistor parameters are beta is equal to 100, VBE equal to 0.7 volt, and VA equal to infinity. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ VA equal to infinity എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഈ VA equal to infinity എന്ന് പറഞ്ഞാൽ VA ആക്ച്വലി ഏർലി വോൾട്ടേജ് ആണ്. VA infinity means our R0 will be infinity. Okay, our R0 will be infinity. That is R0, sorry, small letter R0. ഇത് ഹൈ വാല്യൂ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് കണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. VA is equal to ആക്ച്വലി ഇൻഫിനിറ്റി മീൻസ് അവർ RO, അതായത് നിങ്ങൾ ഇക്വിവാലന്റ് സർക്യൂട്ടിൽ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്മോൾ ലെറ്റർ R0 കൺസിഡർ ചെയ്യേണ്ട എന്നുള്ള മീനിങ് മാത്രമേ അതിനുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാലോ. ഈ ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എന്തായാലും സോൾവ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ ചെയ്ത സെയിം മെത്തേഡാണ് യൂസ് ചെയ്തിട്ട് IC കാൽക്കുലേറ്റ് ചെയ്യണം. അതിനകത്തു നിന്നാണ് REയും RPയും ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, സോ ഒന്ന് ചെയ്ത് നോക്ക്. കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സ്റ്റോപ്പിംഗ് ഹിയർ.